നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു വികാരം, ആദ്യ പ്രണയം. അതായിരിക്കും ഈ പടം. മഞ്ഞുതുള്ളികൾ താഴേക്ക് പെയ്തിറങ്ങുന്ന പോലെ അത്രയും പതുക്കെ നമ്മുടെ ഉള്ളിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു പ്രണയകഥ. കാലവും ദൂരവും മനുഷ്യർക്കിടയിൽ വരുത്തുന്ന മാറ്റങ്ങളെ ഇത്രയും മനോഹരമായി പറഞ്ഞ മറ്റൊരു സിനിമ ഉണ്ടാവില്ല. വെറും ഒരു ആനിമേഷൻ ചിത്രത്തിനപ്പുറം നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെയും കാത്തിരിപ്പിനെയും കുറിച്ചുള്ള ഒരു വിഷ്വൽ മാസ്റ്റർ പീസാണ് ഈ മൂവി. നിങ്ങളുടെ ആദ്യ പ്രണയത്തിന്റെ ആ മധുരമുള്ള ഓർമ്മകളിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോകാൻ നിങ്ങൾ തയ്യാറാണോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ സ്റ്റോറി ടെല്ലർ. 5 cm/s എന്ന മൊക്കോട്ടോ ഷിങ്കായുടെ വിഷ്വൽ മാസ്റ്റർ പീസ് ആനിമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിനക്കറിയോ, ചെറി ബ്ലോസത്തിന്റെ ഇതളുകൾ 5 cm/s എന്ന വേഗതയിലാണ് വീഴുന്നത്. ഇത് കാണുമ്പോൾ മഞ്ഞ് പെയ്യുന്ന പോലെയല്ലേ? അക്കാരി പറയുന്നു. ഇവരാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ, അക്കാരി ആൻഡ് ടകാക്കി. അക്കാരി പെട്ടെന്നോടി റെയിൽപാളത്തിന്റെ അപ്പുറത്ത് പോയി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഗേറ്റ് ക്ലോസ് ആവുന്നു. അടുത്ത സ്പ്രിംഗിലും ചെറി ബ്ലോസം നമുക്ക് ഒന്നിച്ച് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവളത് പറഞ്ഞതും അവരുടെ മുന്നിലൂടെ പെട്ടെന്ന് ട്രെയിൻ പാസ് ചെയ്യാണ്. അവിടുന്ന് കട്ടാവുമ്പോ പ്രസന്റിലെ ടകാക്കിയെ കാണിക്കുന്നു. വർഷം 1991. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവൻ അക്കാരിയെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ട്രെയിനിൽ കയറിയ ടകാക്കി അവരുടെ ഒന്നിച്ചുള്ള പഴയ ഓർമ്മകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. ചെറിയ ക്ലാസ് മുതൽ തന്നെ അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. രണ്ടുപേരുടെയും പാരന്റ്സിന് ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് ഇടയ്ക്കിടെ ട്രാൻസ്ഫർ ആയി പുതിയ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവരും പല പല സ്കൂളുകളിലായി ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരുന്നു. ഫൈനലി ടോക്കിയോയിലെ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ വെച്ച് അവർ പരിചയപ്പെടുകയാണ്. ട്രാൻസ്ഫർ ആയി വന്ന കുട്ടി എന്ന പേരിലായിരുന്നു അവർ ക്ലാസ്സിൽ അറിയപ്പെട്ടിരുന്നത്. ഇത് മാത്രല്ല, രണ്ടുപേർക്കും പുസ്തകങ്ങളും നേച്ചറും എല്ലാം ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ ഇഷ്ടങ്ങൾ സിമിലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആവുമായിരുന്നു. ഒരേ ക്ലാസ്സിലെ രണ്ട് കുട്ടികൾ ഇതുപോലെ ഒരുപാട് സമയം ഒന്നിച്ച് ചെലവഴിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും അവരെ പറ്റിയ റൂമേഴ്സ് വരുമല്ലോ. അക്കാരിയെയും ടകാക്കിയെയും ടീസ് ചെയ്തുകൊണ്ട് അവരുടെ ക്ലാസ്സിലെ കുട്ടികൾ മുടിയിലൊക്കെ ഓരോരോ കാര്യങ്ങൾ എഴുതി വെക്കാറുന്നു. എന്നാൽ അതൊന്നും അവരുടെ സൗഹൃദത്തെ ബാധിച്ചില്ല. നെക്സ്റ്റ് ജൂനിയർ ഹൈസ്കൂളിലും അവർ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും എന്ന് അവർ പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അക്കാരിയുടെ പാരന്റ്സിന് ജോലിയിൽ സ്ഥലം മാറേണ്ടി വരുന്നത്. അവളെയും മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുകയാണ്. ആ കാര്യം അറിഞ്ഞ പാടെ അക്കാരി അടുത്തുള്ള ഒരു ബൂത്തിൽ നിന്ന് അവനെ ഫോൺ ചെയ്ത് അറിയിക്കുകയാണ്. എന്ത്, ട്രാൻസ്ഫർ ആവാൻ പോവാണെന്നോ? അപ്പോ നിഷി ജൂനിയർ ഹൈസ്കൂളിൽ നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ വേണ്ടി എൻട്രൻസിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്തല്ലേ? എന്റെ പേരൻസ് മറ്റൊരു സ്കൂളിൽ എന്നെ ചേർത്താനുള്ള പേപ്പർ വർക്ക്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആന്റിയുടെ അടുത്ത് നിന്ന് ഞാൻ ഇവിടെ തന്നെ പഠിത്തം തുടരാന്ന് അവരോട് പറഞ്ഞതാണ്. പക്ഷെ അവര് സമ്മതിച്ചില്ല. അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും അക്കാരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. എന്തായാലും കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് നമുക്കിനി സംസാരിക്കണ്ട, സാരല്ല, ടകാക്കി പറയുന്നു. അക്കാരിയുടെ വേദന എത്രത്തോളമാണെന്ന് ഫോണിലൂടെ അവന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിലും ഉപരി അവനും വേദനിച്ചിരുന്നു. അവളെ ഒന്ന് കംഫർട്ട് ചെയ്യാൻ പോലും അവന് കഴിഞ്ഞില്ല. ആ ഒരു കുറ്റബോധം ഇപ്പോഴും ടകാക്കിക്കുണ്ട്. എലിമെന്ററി സ്കൂൾ ഗ്രാജുവേഷന്റെ അന്ന് അവർ യാത്ര പറയാണ്. അതിനുശേഷം അക്കാരി മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി. എന്നാലും അവർ കത്തുകളിലൂടെ അവരുടെ വിശേഷങ്ങളെല്ലാം കൈമാറിക്കൊണ്ടേയിരുന്നു. നാളുകൾ അങ്ങനെ കടന്നുപോയി. പാരന്റ്സിന്റെ സിറ്റുവേഷൻ കാരണം കൊണ്ട് തന്നെ ടകാക്കിയും ഉടനെ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആവും. ടോക്കിയോയിൽ നിന്ന് അവിടേക്ക് അത്യാവശ്യം ദൂരണ്ട്. ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇനി ഒരിക്കലും അക്കാരിയെ കാണാൻ സാധിച്ചില്ലെന്ന് വരാം. സോ പോകുന്നതിന് മുന്നേ ഒരു തവണ അക്കാരിയെ മീറ്റ് ചെയ്യാൻ അവൻ തീരുമാനിക്കാണ്. ആ കാര്യം അറിഞ്ഞ് അവളും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അത്രയും ദൂരം അവൻ ഇതുവരെ ഒറ്റക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. അക്കാരിയുടെ സ്റ്റേഷനിലോട്ട് അത്യാവശ്യം ദൂരമുള്ളതുകൊണ്ട് തന്നെ ഒന്നിലധികം ട്രെയിനുകൾ അവന് മാറി കയറണം. അത്രയും ദൂരം ട്രെയിനിൽ ഒറ്റക്ക് അവൻ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ എത്തേണ്ട കാര്യങ്ങളെ കുറിച്ചെല്ലാം അവൻ കൃത്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. അക്കാരിയോട് തുറന്നു പറയാൻ കഴിയാതിരുന്നിരുന്ന അവന്റെ ഫീലിങ്സും മറ്റു വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തി അവളെ കാണുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ അവൻ തയ്യാറാക്കുന്നുണ്ട്. അന്നത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞതും ഫുട്ബോൾ പ്രാക്ടീസിനൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ അവൻ സ്റ്റേഷനിൽ പോവാണ്. രാത്രി 7 മണിയാവുമ്പോ അക്കാരി സ്റ്റേഷനിലെത്തും. അവിടെ വെയിറ്റിംഗ് റൂമിൽ അവന് വേണ്ടി കാത്തിരിക്കാമെന്നാണ് അവള് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവൻ ട്രെയിനിൽ കയറി. ഇപ്പോ ഏകദേശം സമയം 4 മണി ആവാറായിട്ടുണ്ടായിരുന്നു. ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം അക്കാരിയെ മീറ്റ് ചെയ്യാൻ പോകുകയാണ്. സന്തോഷവും എക്സൈറ്റ്മെന്റും ടെൻഷനും എല്ലാം കാരണം അവന്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. ഇന്ന് ശക്തമായി മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിനുകളെല്ലാം എത്തേണ്ട സമയത്തേക്കാൾ ഡിലേ ആയിരുന്നു വന്നത്. അതിനു പുറമെ മഞ്ഞുവീഴ്ച കാരണം കൊണ്ട് തന്നെ ട്രെയിനുകൾ പല സ്ഥലങ്ങളിൽ നിർത്തിയിടേണ്ടി വന്നു. സമയം വഴുതി പോയിക്കൊണ്ടേയിരുന്നു. ഇപ്പൊ തന്നെ അവൻ ഓൾറെഡി ലേറ്റ് ആണ്. എത്ര തന്നെ ലേറ്റ് ആയാലും എത്ര തന്നെ മഞ്ഞ് പെയ്താലും ഇന്ന് അവന് അവിടെ എത്തിയേ പറ്റൂ. അടുത്ത ട്രെയിനിന് വേണ്ടി അവനൊരു സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാവും. വാലറ്റ് പോക്കറ്റിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുമ്പോ അറിയാതെ ആ ലെറ്റർ കാറ്റത്ത് പറന്നു പോകുകയാണ്. അത് കണ്ട് ടകാക്കിക്ക് അവന്റെ വിഷമം സഹിക്കാനായില്ല.
അത്രയും ആഗ്രഹിച്ച് എഴുതിയൊരു കത്തായിരുന്നു അത്. ട്രെയിന് വീണ്ടും പലയിടങ്ങളിലായി നിർത്തിയിട്ടു. ഓരോ മിനിറ്റിനും വർഷങ്ങളുടെ ദൈർഘ്യം തോന്നി അവന്. ഇപ്പൊ തന്നെ സമയം 9 മണി ആവാറായിരുന്നു. ടക്കാക്കി അവന്റെ വാച്ചൂരി മാറ്റിവെച്ചു. പല്ലിറുക്കി കടിച്ച് കണ്ണിൽ നിന്നും കണ്ണീര് പൊടിയാതെ അവനെ കൺട്രോൾ ചെയ്തു. അക്കാര്യം വീട്ടിൽ പോയിട്ടുണ്ടാവണേ. ഇത്രയും നേരം തനിച്ചവൾ അവിടെ എന്നെ കാത്തിരിക്കരുതേ, അവൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവൻ അവളുടെ സ്റ്റേഷനിലെത്തി. സമയം അപ്പോഴേക്കും 11 മണി കഴിഞ്ഞിരുന്നു. അവൾ അവിടെ ഉണ്ടാവില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ അവൻ അവിടുത്തെ വെയിറ്റിംഗ് റൂമിലേക്ക് നടന്നു. ഒരു നിമിഷത്തേക്ക് അത്ഭുതം കൊണ്ട് അവന്റെ മിഴികൾ വിടർന്നു. അകാര്യത അവിടെ തനിച്ചിരിക്കുന്നു. കാത്തിരുന്ന് അവൾ ഉറങ്ങിപ്പോയിരുന്നു. ടക്കാക്കി അവളുടെ അടുത്ത് ചെന്ന് പതിയെ വിളിച്ചു, അകാരി. അത് കേട്ട് അവൾ ഉണർന്നു. അവനെ കണ്ടതും അവൾക്ക് കണ്ണുകളെ നിയന്ത്രിക്കാനായില്ല. ടക്കാക്കിയുടെ കണ്ണും നിറഞ്ഞൊഴുകി. കാര്യം അവന് വേണ്ടി അവൾ ഉണ്ടാക്കിയ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഇതാണെന്ന് അവന് തോന്നി. ഒരു പക്ഷെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാവാം. അങ്ങനെ കുറച്ചുനേരം ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവരവിടെ സ്പെൻഡ് ചെയ്തു. ഇനി ട്രെയിനുകളൊന്നും വരാനില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ലോസ് ചെയ്യാണെന്ന് സ്റ്റേഷൻ മാസ്റ്റർ അവരറിയിക്കാണ്. മഞ്ഞ് പെയ്യുന്ന വഴികളിലൂടെ അവര് രണ്ടുപേരും അങ്ങനെ നടന്നു. അവിടെയെങ്ങും മറ്റാരും ഉണ്ടായിരുന്നില്ല. നടന്ന് ഒരു ചെറി ട്രീയുടെ അടിയിലാണ് അവരെത്തുന്നത്. അതിലൊരു ഇതൾ പോലും ഉണ്ടായിരുന്നില്ല. ചില്ലകൾക്കിടയിലൂടെ മഞ്ഞുതുള്ളികൾ അവരുടെ ദേഹത്ത് വന്ന് വീണു. ചെറി ബ്ലോസത്തിന്റെ ഇതളുകൾ കൊഴിയുന്ന അവർ ഒന്നിച്ചുള്ള കുട്ടിക്കാലം അവരുടെ മനസ്സിലോട്ട് ഓടി വന്നു. അവിടെ വെച്ച് രണ്ടുപേരും കിസ് ചെയ്യണം. ആദ്യ ചുംബനം. അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ക്യാബിനില് ഒരു പുതപ്പിന്റെ ഉള്ളില് നേരം പുലരുവോളം അവർ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. അതിനിടയിൽ എപ്പോഴോ അവർ ഉറങ്ങിപ്പോയിരുന്നു. അങ്ങനെ നേരം വെളുത്തു. യാത്ര പറയാൻ നേരമായി. രണ്ടാളുടെയും വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ഉള്ളിലെ ഇഷ്ടം തുടർന്ന് പറയാൻ രണ്ടാളെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഇതായിരിക്കാം അവരുടെ അവസാന കണ്ടുമുട്ടൽ. ആഴ്ചകളിൽ നിന്ന് അവർ പരസ്പരം മറഞ്ഞു കഴിഞ്ഞിരുന്നു. അക്കാരിക്ക് വേണ്ടി അവൻ എഴുതിയ നഷ്ടപ്പെട്ടു പോയ ആ കത്തിനെ കുറിച്ച് അവനൊന്നും പറഞ്ഞിരുന്നില്ല. ടക്കാക്കിക്ക് കൊടുക്കാൻ വേണ്ടി അക്കാരിയും ഒരു കത്ത് എഴുതിയിരുന്നു. എന്തുകൊണ്ടോ അത് അവൾ അവന് കൊടുത്തിരുന്നില്ല. എന്നും കൂടെ നിന്ന് അവളെ സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു. വർഷം 1999. ആർച്ചറി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടക്കാക്കിയെ കാണിക്കുന്നു. അവനിപ്പോ ഫൈനൽ ഇയർ ഗ്രാജുവേഷൻ സ്റ്റുഡന്റ് ആണ്. ഇതാണ് സുമിത, ടക്കാക്കിയുടെ ക്ലാസ്മേറ്റ് ആണ്. ടക്കാക്കി ട്രാൻസ്ഫർ ആയി അവരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത അന്ന് മുതലേ ഇറങ്ങിയതാണ് സുമിതക്ക് അവനോടുള്ള ഇഷ്ടം. സുമിതയെ കാണുന്ന ടക്കാക്കി അവളെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നീ ബീച്ചിൽ സർഫിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടിരുന്നു, വളരെ നന്നായി ചെയ്യുന്നുണ്ടല്ലോ. ടക്കാക്കി പറഞ്ഞത് കേട്ട് സന്തോഷം കൊണ്ട് ചാടിത്തുള്ളി അവൾ അവിടുന്ന് പോവാണ്. ഗ്രാജുവേഷൻ അടുത്തോണ്ട് തന്നെ കരിയർ ചൂസ് ചെയ്ത് അറിയിക്കേണ്ട ടൈം ആയിരുന്നു. എന്ന സുമിതയ്ക്ക് അവളുടെ കരിയറിനെ കുറിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. മനസ്സിലെപ്പോഴും ടക്കാക്കിയെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. സ്കൂൾ വിട്ട് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് വൈകിയാണ് ടക്കാക്കി വീട്ടിലേക്ക് തിരിച്ചു പോകാറ്. അവൻ തിരികെ മടങ്ങുന്നത് വരെ സുമിത അവിടെ കാത്തു നിൽക്കും. അവൻ വരുന്നത് കാണുമ്പോ ഒന്നും അറിയാത്ത പോലെ കാഷ്വലായി അവന്റെ മുന്നിലോട്ട് നടന്നു പോവുകയാണ്. സുമിത, നീ ഇതുവരെ പോയില്ലേ? എന്നവാ നമുക്ക് ഒന്നിച്ചു പോകാം. അത് തന്നെയായിരുന്നു അവൾക്കും വേണ്ടത്. ടക്കാക്കിന്റെ പുറകെ അവളും സ്കൂട്ടർ എടുത്തു പോകുകയാണ്. പോകുന്ന വഴി കൺവീനിയൻസ് സ്റ്റോറിൽ കയറി രണ്ടാളും എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ വാങ്ങിക്കും. ടക്കാക്കി ആദ്യം വാങ്ങി ഇറങ്ങി. പുറകെ ചെല്ലുന്ന സുമിത കാണുന്നത് ടക്കാക്കി ആർക്കോ ഇമെയിൽ ടൈപ്പ് ചെയ്യുന്നതാണ്. അത് കണ്ട് അവൾക്ക് വിഷമാവുന്നുണ്ട്. എങ്കിലും പേഴ്സണൽ കാര്യമില്ലെന്ന് വിചാരിച്ച് ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. ടക്കാക്കിയെ കുറിച്ചുള്ള ചിന്ത കാരണം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സർഫിംഗിൽ പോലും അവൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത ദിവസം സ്കൂൾ കഴിഞ്ഞ് കുറെ നേരം സുമിത വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ടക്കാക്കി വരുന്നില്ല. സോ അവൾ ഒറ്റയ്ക്ക് പോകുകയാണ്. പോകുന്ന വഴിക്കൊരിടത്ത് ടക്കാക്കിയുടെ ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്നത് അവൾ കാണുന്നു. അത് കണ്ട് സുമിത അങ്ങോട്ട് ചെല്ലാണ്. അവനത് അവിടെ ഒറ്റയ്ക്ക് മാറിയിരുന്ന് ആർക്കോ ടെക്സ്റ്റ് ചെയ്യുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? സുമിതയെ കാണുന്ന ടക്കാക്കി ചോദിക്കുന്നു. നിന്റെ ബൈക്ക് അവിടെ നിർത്തിയിട്ടിരിക്കുന്നു കണ്ടു. നീ ഏത് കോളേജിലാ പോകുന്നതെന്ന് തീരുമാനിച്ചോ? ടോക്കിയോയിലെ കോളേജിൽ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അവൻ പറയുന്നു. കരിയറിനെ പറ്റി അവൾ ചോദിക്കുമ്പോ അവനും എന്ത് ചൂസ് ചെയ്യണമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. ഓ, അപ്പോ ഇവനും എന്നെ പോലെ തന്നെയാണല്ലേ? അതാലോചിച്ച് അവൾക്ക് നല്ല സന്തോഷം വരികയാണ്. വീട്ടിലെത്തിയ ടക്കാക്കി അവൻ ടൈപ്പ് ചെയ്ത ഇമെയിൽ എല്ലാം എടുത്തു നോക്കാണ്. എന്നാ ഈ ടൈപ്പ് ചെയ്യുന്നതൊന്നും അവൻ ആർക്കും സെൻഡ് ചെയ്യുന്നില്ല. ടൈപ്പ് ചെയ്ത മെസ്സേജ് എല്ലാം പിന്നീട് ഡിലീറ്റ് ആക്കും. അവൻ ഇപ്പോഴും ആ കാര്യം നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം സുമിത അവളുടെ ഇഷ്ടം ടക്കാക്കിയോട് തുറന്നു പറയണമെന്ന് തീരുമാനിക്കുകയാണ്. അന്ന് വളരെ നന്നായി അവളെ കൊണ്ട് സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അന്ന് എന്നത്തെയും പോലെ തന്നെ സ്കൂൾ കഴിഞ്ഞ് സുമിത അവനെ കാത്തു നിൽക്കുന്നു. രണ്ടുപേരും ഒന്നിച്ചു പോരുന്നു. കൺവീനിയൻസ് സ്റ്റോറിൽ കയറി സാധനം വാങ്ങുന്നു. അവിടുന്ന് ഇറങ്ങുമ്പോ അവനോട് പറയണമെന്ന് വിചാരിച്ച് സുമിത അവന്റെ ഷർട്ടിൽ പിടിക്കാണ്. എന്തു പറ്റി? ടക്കാക്കി ചോദിക്കുന്നു. ഇല്ല, ഒന്നുമില്ല. അവളെ കൊണ്ട് അപ്പൊ പറയാൻ സാധിക്കുന്നില്ല. സ്കൂട്ടി എടുത്ത് പോകാൻ നോക്കുമ്പോ സുമിത സ്കൂട്ടി സ്റ്റാർട്ട് ആവുന്നില്ല. കോയിൽ പോയതാണെന്ന് തോന്നുന്നു. എങ്കിൽ ശരി, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് നടന്നു പോകാമെന്ന് ടക്കാക്കി പറയുന്നു. വേണ്ട, നീ പോയിക്കോ, ഞാൻ ഒറ്റക്ക് നടന്നു വന്നോളാം. സുമിത പറയുന്നുണ്ടെങ്കിലും ടക്കാക്കി അവളുടെ കൂടെ ചെല്ലാണ്.
നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അവനോട് പറയണോ വേണ്ടേ എന്നുള്ള വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലായിരുന്നു അവൾ. ടകാക്കി വളരെ നല്ലൊരു പയ്യനാണ്. അവൻ തന്നോട് വളരെ നല്ല രീതിക്കാണ് പെരുമാറുന്നത്. ഒരു പരിധി കഴിഞ്ഞപ്പോ അവളെ കൊണ്ട് അത് താങ്ങാൻ കഴിയാതെ കണ്ണു നിറഞ്ഞ് ഒഴുകുകയാണ്. എന്തു പറ്റി? അത് പിന്നെ അപ്പോഴാണ് അവരുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന് റോക്കറ്റ് ലോഞ്ചിങ് നടക്കുന്നത്. റോക്കറ്റ് അങ്ങനെ ആകാശത്തേക്ക് പോകുന്നത് അവർ രണ്ടുപേരും നോക്കി നിന്നു. ടകാക്കി തന്നെ നല്ലൊരു ഫ്രണ്ടായി മാത്രമാണ് കാണുന്നത്. തനിക്കുള്ളതുപോലെ ഒരു ഫീലിങ്സും അവന് തന്നോട് തിരിച്ചില്ല എന്ന് ആ ദിവസം സുമിത തിരിച്ചറിയാണ്. ടകാക്കിയുടെ മനസ്സ് പാസ്റ്റിൽ എവിടെയോ കുടുങ്ങിക്കിടക്കാണെന്നുള്ള കാര്യവും അവൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഇഷ്ടം സുമിത ടകാക്കിയോട് അന്ന് തുറന്നു പറയുന്നില്ല. അന്ന് രാത്രി അവൾ ഒരുപാട് കരയുന്നു. വർഷം 2008 ടോക്കിയോയിലെ വലിയൊരു കമ്പനിയിൽ പ്രോഗ്രാമറായി നല്ലൊരു സക്സസ്ഫുൾ കരിയർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടകാക്കി. ഇപ്പോ മറ്റൊരു പെൺകുട്ടിയായിട്ട് 3 വർഷമായിട്ട് ഇപ്പോ റിലേഷൻഷിപ്പിലാണ് ടകാക്കി. അവൻ ആ റിലേഷൻഷിപ്പ് മടുത്തു തുടങ്ങിയിരുന്നു. അവളുടെ കോളുകളൊന്നും എടുക്കാതെ മെസ്സേജസിനൊന്നും റിപ്ലൈ കൊടുക്കാതെ അവളെ അവോയ്ഡ് ചെയ്യണം അവൻ. ഇവഞ്ച്വലി ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലും ചെന്ന് അവസാനിക്കുന്നുണ്ട്. അടുത്ത സീനില് അക്കാരിയെ കാണിക്കുന്നു. അവള് ടോക്കിയോയിലേക്ക് വരാൻ നിൽക്കുകയാണ്. അവളെ യാത്രയക്കാൻ പേരൻസ് ഉണ്ടായിരുന്നു കൂടെ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, അടുത്ത മാസം കല്യാണത്തിന് ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ തിരിച്ചു വരാൻ പോകുന്നത്. പേരൻസിന്റെ വേവലാതി കണ്ടിട്ട് അക്കാരി പറയുന്നു. അതെ, അക്കാരിയുടെ കല്യാണാണ്. അവളിപ്പോ മറ്റൊരാളായിട്ട് എൻഗേജ്ഡ് ആണ്. കഴിഞ്ഞ ദിവസം സാധനങ്ങൾ അടുക്കി പെറുക്കുന്നതിന്റെ ഇടയിൽ ടകാക്കിക്ക് കൊടുക്കാൻ വേണ്ടി അവൾ അന്ന് എഴുതിയ ലെറ്റർ അക്കാരിക്ക് കിട്ടുകയാണ്. ടകാക്കിയുടെ കൂടെയുള്ള പഴയ ഓർമ്മ അവളുടെ മനസ്സിലോട്ട് വരികയാണ്. ടകാക്കിയെ കാണിക്കുമ്പോൾ അവനിപ്പോ ഒരു അൺഹെൽത്തി ഡിപ്രസ്ഡ് ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കാരിയുടെ ഓർമ്മകൾ ഇപ്പോഴും അവന് വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. അവൻ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചിന്തകളെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി അവൻ മുഴുവൻ സമയവും ജോലി കാര്യങ്ങളിൽ മുഴുകി. അതുകൊണ്ട് തന്നെ അവന്റെ പാഷൻസിനെല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. ഇനിയും എങ്ങനെ ജീവിക്കാൻ വയ്യ. അവന്റെ ജോലി റിസൈൻ ചെയ്യാണ്. ടകാക്കിയെയും അക്കാരിയെയും മാറി കാണിക്കണം. അവരുടെ രണ്ടുപേരുടെയും ചിന്തകളെ കണക്ട് ചെയ്തുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയ സോങ് പ്ലേ ആവുന്നുണ്ട്. അതില് അവരുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചെല്ലാം കാണിക്കുന്നുണ്ട്. പരസ്പരം കത്തുകൾ എഴുതുമെന്ന് പറഞ്ഞാണല്ലോ അന്ന് അവർ പിരിഞ്ഞത്. ആദ്യമൊക്കെ അവരെല്ലാ കാര്യങ്ങളും എഴുതി അറിയിക്കുമായിരുന്നു. പതിയെ അത് നിന്നു പോകാണ്. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. അക്കാരി മറ്റൊരാളുടെ കൂടെ റിലേഷനിലാവാണ്. ടകാക്കി ആണെങ്കിലോ മൂവ് ഓൺ ചെയ്യാൻ കഴിയാതെ അവളെന്ന പാസ്റ്റിൽ സ്റ്റെക്കായി പോകാണ്. ദിവസങ്ങൾ കഴിയുന്തോറും അവളുടെ ചിന്തകളിൽ മാത്രം അവൻ ഒതുങ്ങിപ്പോകാണ്. പോകുന്ന യാത്രകളിലെല്ലാം അവളുടെ മുഖം അവൻ തേടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ചെറുപ്പത്തിൽ അവർ ഓടി നടന്നിരുന്ന ചെറി ബ്ലോസത്തിന്റെ ഇതളുകൾ വീണ ആ വഴികളിലൂടെ അവൻ നടന്നു പോകാവും. റെയിൽവേ ക്രോസിംഗിലൂടെ കടന്നു പോകുമ്പോൾ തൊട്ടടുത്തൂടെ അവന്റെ ഓപ്പോസിറ്റായി അക്കാരി പോവാണ്. രണ്ടുപേർക്കും പരസ്പരം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എങ്കിലും എന്തോ ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യാണ്. രണ്ടുപേരും തിരിഞ്ഞു നോക്കുകയാണ്. കൃത്യസമയത്ത് അവരുടെ നടുവിലൂടെ ഒരു ട്രെയിൻ കടന്നു പോവാണ്. ട്രെയിന് പോയി കഴിയട്ടെ എന്ന് വിചാരിച്ച് ടകാക്കി നിൽക്കുമ്പോൾ മറ്റൊരു ട്രെയിൻ കൂടി അതിലൂടെ പോവാണ്. ട്രെയിന് പോയി കഴിഞ്ഞു നോക്കുമ്പോ അക്കാരി അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്ന് എപ്പോഴേ പോയിരുന്നു. അവളെ ചേസ് ചെയ്ത് പോകാതെ പുഞ്ചിരിച്ചുകൊണ്ട് തിരികെ നടക്കാണ്. അവൾ എന്ന പാസ്റ്റിൽ നിന്ന് അവൻ മൂവ് ഓൺ ആവാൻ തീരുമാനിച്ചിരുന്നു. ഇവിടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവി അവസാനിക്കുന്നു. പ്രണയവും സൗഹൃദവും എല്ലാം എത്ര ആഴത്തിലുള്ളതാണെങ്കിലും കാലവും ദൂരവും മനുഷ്യർക്കിടയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. സോ ആ ഓർമ്മകളിൽ ഒരിക്കലും സ്റ്റെക്കായി നിന്നു പോകരുത്. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് സങ്കടപ്പെടാതെ പുതിയൊരു തുടക്കത്തിനായി തയ്യാറെടുക്കുക എന്നതാണ് ഈ സിനിമ നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം.